ഒരിക്കൽ ഒരു വനാന്തരത്തിൽ ഒരു സിംഹം പ്രസവിച്ച ഉടനെ മരണപ്പെട്ടു. ഒന്നും അറിയാതെ നിൽക്കുകയായിരുന്ന സിംഹക്കുഞ്ഞിന്റെ അരികിലൂടെ ആ സമയം ഒരു കൂട്ടം ആടുകൾ കടന്നു വന്നു. സിംഹക്കുട്ടിയെ കണ്ട അമ്മ ആടുകൾ അതിനെ കൂടെ കൂട്ടി. അങ്ങനെ സിംഹക്കുട്ടി ആടുകൾക്കൊപ്പം ജീവിക്കുകയും ആടുകളെപ്പോലെ പുല്ലു തിന്നുകയും ഓടിക്കളിക്കുകയും ചെയ്തു. ദിവസങ്ങൾ മുന്നോട്ടു പോയി. എന്നാൽ സിംഹക്കുട്ടിയുടെ ജീവിതം ഒരിക്കലും സന്തോഷകരമായിരുന്നില്ല. എന്തോ ഒന്ന് തനിക്ക് നഷ്ടപ്പെട്ടതായി അതിന് എപ്പോഴും തോന്നിയിരുന്നു. കൂടാതെ കൂട്ടത്തിലുള്ള ആടുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായതിനാൽ മറ്റു ആടുകൾ അതിനെ നിരന്തരം പരിഹസിക്കുകയും ചെയ്തു. എല്ലാ പരിഹാസങ്ങളും സഹിക്കുകയല്ലാതെ അതിന് വേറെ നിർവാഹമുണ്ടായിരുന്നില്ല. താൻ അകപ്പെട്ട അവസ്ഥയെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ സിംഹക്കുട്ടി ആടുകൾക്കൊപ്പം എല്ലാം സഹിച്ച് വളർന്ന് വലുതായി. ഒരു ദിവസം ആട്ടിൻപറ്റം പുൽമേട്ടിൽ മേഞ്ഞുകൊണ്ടിരിക്കെ കാട്ടിൽ നിന്നും ഒരു സിംഹം ആട്ടിൻകൂട്ടത്തിനു നേരെ പാഞ്ഞെടുത്തു. സിംഹത്തെ കണ്ട ആട്ടിൻപറ്റം ഉറക്കെ കരഞ്ഞുകൊണ്ട് ഓടാൻ തുടങ്ങി. ആടുകളോടൊപ്പം കുട്ടിസിംഹവും ഓടി. ആട്ടിൻകൂട്ടത്തിൽ ഒരു കുട്ടിസിംഹത്തെ കണ്ട കാട്ടിലെ സിംഹം അമ്പരന്നു. എന്താണ് സംഭവിക്കുന്നതറിയാൻ ആകാംക്ഷയോടെ കാട്ടിലെ സിംഹം ആടുകളെ ഓടിക്കുന്നത് നിർത്തി കുട്ടിസിംഹത്തെ പിന്തുടർന്ന് പിടികൂടി. ആടുകളോടൊപ്പം ഓടിപ്പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് സിംഹം അലറി. കുട്ടിസിംഹം ഭയന്ന് വിറച്ചുകൊണ്ട് പറഞ്ഞു, ദയവായി എന്നെ തിന്നരുത്, ഞാൻ ഒരു ആട്ടിൻകുട്ടിയാണ്, എന്നെ പോകാൻ അനുവദിക്കണം. ഇത് കേട്ടപ്പോൾ കാട്ടിലെ സിംഹം വീണ്ടും അലറി, ഇത് അസംബന്ധമാണ്, നീ ആടല്ല, എന്നെ പോലെയുള്ള സിംഹമാണ്. കുട്ടിസിംഹം വീണ്ടും ആവർത്തിക്കുന്നു, ഞാനൊരു ആടാണ്, ദയവായി എന്നെ വിട്ടയക്കൂ. കാട്ടിലെ സിംഹം കുട്ടിസിംഹത്തെ അടുത്തുള്ള നദിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. അതിൻ്റെ പ്രതിബിംബം ചൂണ്ടിക്കാണിച്ച് അതിലേക്ക് നോക്കാൻ ആവശ്യപ്പെടുന്നു. പ്രതിബിംബത്തിലേക്ക് നോക്കിയ കുട്ടിസിംഹം അമ്പരന്നു. അത് ശരിക്കും താൻ ആരാണെന്ന് സ്വയം തിരിച്ചറിയുന്നു. താനൊരു ആടല്ല, സിംഹമാണ്. അത്യധികം ആവേശം തോന്നിയ കുട്ടിസിംഹം ശക്തമായൊരു ഗർജനം പുറപ്പെടുവിക്കുന്നു. കാടിന്റെ എല്ലാ കോണുകളിൽ നിന്നും ആ ഗർജനം പ്രതിധ്വനിക്കുക കൂടി ചെയ്തപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന സിംഹക്കുട്ടിയെ നിരന്തരം പരിഹസിച്ചിരുന്ന എല്ലാ ആടുകളും ഞെട്ടിവിറച്ചു. ആടുകൾക്കിടയിൽ ജീവിക്കാനായി വിധിക്കപ്പെട്ട ഈ സിംഹക്കുട്ടിയെ പോലെ ഹതഭാഗ്യവാന്മാരായ എത്രയോ മനുഷ്യരെ ലോകത്ത് കാണാനാവും. സ്വയം തിരിച്ചറിയാതെ മറ്റുള്ളവരാൽ മുദ്രകുത്തപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ജീവിച്ച് പരിഹാസങ്ങളും ഇകഴ്ത്തലുകളും നിരന്തരം നേരിടേണ്ടി വരുന്നവർ അനവധിയാണ്. ഓരോ മനുഷ്യനിലും അനന്തമായ ശക്തിവിശേഷങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴും തൻ്റെ ഉള്ളിലെ മർമ്മരങ്ങൾ ഓരോ മനുഷ്യനും കേൾക്കാനാകും. പക്ഷേ ഭയവും ഭീരുത്വവും ഒതുങ്ങിക്കൂടാൻ വെമ്പൽ കൊള്ളുന്നതും തന്നെ തിരിച്ചറിയാതെ പോകാൻ ഇടവരുത്തുന്നു. കഥയിലെ മുതിർന്ന സിംഹം ഇരുട്ടിൽ നിന്നും ജ്വലിക്കുന്ന കൊള്ളിമീനിന്റെ രൂപകമാണ്. വെള്ളത്തിലെ പ്രതിഫലനത്തിലേക്ക് നോക്കുന്നത് ബോധ്യപ്പെടലിന്റെ പേറ്റുനോവാണ്. പ്രതിഫലനത്തിലൂടെ ഒരാൾ തൻ്റെ പരിമിതമായ വിശ്വാസങ്ങളെക്കുറിച്ച് ബോധവാനാകുമ്പോൾ തൻ്റെ യഥാർത്ഥ ശക്തി തിരിച്ചറിയുന്നു. ചുറ്റുപാടുകളാൽ സ്വാധീനിക്കപ്പെടാത്ത ആത്മാഭിമാനമുള്ള ജീവിതത്തിലേക്ക് ഈ കഥ വഴികാട്ടുന്നു. തന്നെ പരിഹസിച്ചവർ ഞെട്ടിവിറക്കുന്ന ദിനങ്ങൾ അകലെയല്ലെന്നു ഈ കഥ ഓർമ്മപ്പെടുത്തുന്നു. Thank you for watching.